ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോ പറഞ്ഞ നല്ലൊരു ഉപമയാണ് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ. മുന്തിരിത്തോട്ടത്തില് കുറെ ജോലിക്കാരെയൊക്കെ അയക്കുക, എന്നിട്ട് യഥാകാലം ഫലം തേടുവാനായിട്ട് ആൾക്കാരെ അയക്കുന്നു. പക്ഷെ അവർ പല തരത്തിൽ ആൾക്കാരെ അയക്കുന്നുണ്ട്. അവരൊക്കെ ഉപദ്രവിക്കുകയും ചിലരൊക്കെ കൊന്നുകളയുകയും ചെയ്യുകയാണ്. അവസാനം സ്വപുത്രനെ അയക്കുന്നു, പുത്രനെ കൊന്നുകളയുന്നു. നന്ദിയില്ലാത്ത ജീവിച്ച കൃഷിക്കാരെയാണ് ഈശോ അവിടെ എടുത്തു കാണിക്കുക. ഈശോ ഫരീസയരിലേക്കും നിയമജ്ഞരിലേക്കും പുരോഹിതരിലേക്കും ഒക്കെയാണ് സൂചനകൾ നൽകുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21 അധ്യായം 43 വാക്യം ഇതിൻ്റെ കൺക്ലൂഷനായിട്ടാണ് ഈശോ പറഞ്ഞു വയ്ക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. ഈ ഉപമയിൽ ഫലം കൊടുക്കാത്ത ആളുകളെ എടുത്തു കാണിച്ചിട്ട് അതിൻ്റെ അന്ത്യത്തിൽ ഈശോ പറയുകയാണ്, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ആരൊക്കെയാണോ ഫലം പുറപ്പെടുവിക്കുക അവർക്ക് നൽകപ്പെടും. സ്വർഗം ഫലം ആഗ്രഹിക്കുന്നുണ്ട്. നീ ഫലം കൊടുക്കുന്നില്ലെങ്കിൽ ആരൊക്കെയാണോ ഫലം കൊടുക്കുവാനായിട്ട് തയ്യാറുക അവരിലേക്ക് നിന്നിൽ നിന്ന് ഇതെല്ലാം എടുത്ത് കൊടുക്കപ്പെടും, നിന്നിൽ നിന്ന് മാറ്റപ്പെടും. ഒന്നേ ഉള്ളൂ, നീ സഹകരിക്കുന്നില്ല, നീ റിബലായി തീരുന്നു. അതുകൊണ്ടാണ് ഇതെടുത്ത് മാറ്റപ്പെടുക. ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രിയ സഹോദര സഹോദരി, നീ നിൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൊള്ളാം, വിലയിരുത്തിക്കൊള്ളണം. ഞാൻ എപ്രകാരമായി ഫലം പുറപ്പെടുവിക്കുക, എപ്രകാരമായി ദൈവം നൽകിയിരിക്കുന്ന കൃപാവരത്തോടെ ഞാൻ സഹകരിക്കുക. 100 മേനി ഫലം ചൂടാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, നീ തരുന്ന കൃപാവരങ്ങൾക്കെല്ലാം ഫലം ചൂടുവാനായിട്ട്, 100 മേനി ഫലം ചൂടുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന് വേണ്ടത് എല്ലാ ദാനങ്ങളും നൽകി അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാ